വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം മർക്കോസ് 10:31. എന്നാൽ മുൻപന്മാർ പലരും പിൻപന്മാരും, പിൻപന്മാർ പലരും മുൻപന്മാരും ആകും. ഈ വാക്യത്തിൽ പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില സാഹചര്യങ്ങളെക്കുറിച്ചാണ്. എപ്പോഴും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നവർ ചില സാഹചര്യങ്ങൾ കൊണ്ട് പിന്നിലേക്കാക്കും, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ വരും. അതിനെക്കുറിച്ചാണ് ഈ വാക്യത്തിൽ പറയുന്നത്. ഏവർക്കും ഒരിക്കൽ കൂടി വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന അഹങ്കാരം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചിലർ മറ്റുള്ളവരെ അവഗണിക്കുന്ന രീതികൾ, ഇങ്ങനെ പല കാരണങ്ങളും കൊണ്ടും ചില സാഹചര്യങ്ങൾ നമ്മൾ പിൻപന്മാരായി മാറും. ചിലപ്പോൾ നമ്മൾ ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിൽ നിന്നും വളരെയധികം ഉയർച്ചയിലേക്ക് വരും. ഇങ്ങനെ ജീവിതത്തിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ വരും. അത് ബൈബിളിലെ വാക്യങ്ങൾ കൂടി പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ലഭിക്കുന്ന ഒരു മറുപടി എന്ന് തന്നെ പറയാം. ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ബൈബിളിൽ പറയുന്നുണ്ട്. എങ്കിലും ഒരു കഥ പോലെ, അല്ലെങ്കിൽ ഒരു ഉപമയായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ധനവാന്റെയും ലാസറിൻ്റെയും കാര്യം. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാം. ധനവാനെയും ലാസറിനെയും കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ധനവാൻ വളരെയധികം സമ്പാദ്യം അയാളുടെ കയ്യിലുണ്ട്. അയാൾ നല്ലതുപോലെ ജീവിക്കുന്നുണ്ട്. വസ്ത്രങ്ങൾ, ആഹാരം എന്നുവേണ്ട സകലതും അയാളുടെ കയ്യിൽ ഒരുപാടുണ്ട്. പക്ഷേ അയാളുടെ ആ വലിയ ഭവനത്തിൻ്റെ മുൻപിൽ, അങ്ങനെ എല്ലായിടത്തും വളരെയധികം ദരിദ്രനായി ഒന്നുമില്ലാത്ത ആളായിട്ട് കിടക്കുന്ന വ്യക്തിയാണ് ഈ ലാസർ. ഈ ലാസറിൻ്റെ ശരീരമാകെ പെട്ടെന്ന് വ്രണങ്ങൾ നിറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വളരെയധികം ദുഃഖത്തിലും പ്രയാസത്തിലും അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ലാസർ. ഈ ധനവാന് എല്ലാം തന്നെ ഉണ്ടായിട്ടും ഈ ലാസറിന് ഒരു തരത്തിലും ഈ ധനവാൻ ഹെൽപ്പ് ചെയ്യുന്നില്ല. അയാളുടെ ജീവിത സാഹചര്യമോ അല്ലെങ്കിൽ ശരീരത്തിലുള്ള ഉണ്ടായിരിക്കുന്ന വ്രണത്തിന് ഒന്ന് ചികിത്സിക്കാനുള്ള കാശ് പോലും ഇയാളുടെ കയ്യിലില്ല. അങ്ങനെ ഈ ധനവാൻ ഒരു തരത്തിലും ലാസറിനെ സഹായിക്കുന്നില്ല. ലാസർ പലപ്പോഴും തൻ്റെ യജമാനൻ എന്ന രീതിയിൽ ഈ ധനവാനെ നോക്കാറുണ്ടെങ്കിലും ഈ ധനവാൻ ലാസറിനെ മൈൻഡ് ചെയ്യാറില്ല. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോകുന്നു. ലാസർ മരണപ്പെടുകയാണ്. നമുക്ക് വീണ്ടും ഒരു കോൾ വരുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ജോളി. ആൻറ്റി എവിടെന്നാ വിളിക്കുന്നത്? പിരപ്പൻകോട്. ഓക്കെ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് ഹസ്ബൻഡും 2 ആൺമക്കള്. ഓക്കെ. മക്കൾ എന്ത് ചെയ്യുന്നു? മൂത്തമോൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, കൊച്ചുമോൻ ഇപ്പോൾ പഠിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നത്? അല്ല, ഞാൻ ഒരുപാട് പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. ആണോ? ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് ക്വസ്റ്റ്യനിലോട്ട് പോകാം. പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ശലോമോൻ രാജാവായത് ആർക്കു വേണ്ടിയാണ്? എല്ലാ ഇസ്രായേലിനും. അതെ, കറക്റ്റാണ്. എല്ലാ ഇസ്രായേലിനും. കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. ഓക്കെ. ആൻറ്റി പാട്ട് പാടുമോ? പാടാറ്, പള്ളിയിലൊക്കെ പാടാറ്, അല്ലാതെ പാടാറില്ല. അപ്പോൾ ഇന്നൊരു പാട്ട് പാടാമോ? പാടാം. ഓക്കെ. ശബ്ദമൊന്നും ഇല്ല കേട്ടോ. സാരമില്ല, പാടിക്കോ. എല്ലാം സാധ്യം, രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വിടുത നൽകിടും നാഥൻ. രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വിടുത നൽകിടും. ഹന്ന കരഞ്ഞതു കേട്ടു, ശമൂവേൽ ബാലനെ നൽകി. ദാനിയേലിന്റെ ദൈവം സിംഹക്കൂട്ടിലിറങ്ങി. പ്രാർത്ഥിച്ചിടാം കണ്ണുനീരോടെ, ഒന്നും അസാധ്യമല്ല. പ്രാർത്ഥിച്ചിടാം കണ്ണുനീരോടെ, ഒന്നും അസാധ്യമല്ല. ഓക്കെ. നന്നായിരുന്നു കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. പോകാം. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ,
ശലോമോന്റെ പ്രഭുക്കന്മാരിൽ സാദോക്കിന്റെ മകനായ അസര്യാവ് ആരായിരുന്നു? കാര്യക്കാരുടെ പ്രമാണി, മേധാവി. മേധാവിയാണോ? ആണ്, കാര്യക്കാരുടെ മേധാവി. പുരോഹിതനല്ലേ? എന്റെ ബൈബിളില് 4:5 വാക്യത്തിൽ നാഥാന്റെ മകനായ അസര്യാവ് കാര്യക്കാരുടെ മേധാവി. പിന്നെ മേധാവിന്നും ഉണ്ട്. സാദോക്കിന്റെ മകനായ അസര്യാവ് പുരോഹിതനും ഉണ്ട് 2 വാക്യത്തില്. ഓക്കെ, അപ്പോൾ ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആൻസർ കറക്റ്റ് ആണ്, പുരോഹിതൻ. ഓക്കെ. ഓക്കെ, അപ്പോൾ ബൈബിളിൽ ഒരുപാട് വ്യക്തികളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആൻറ്റിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ കുറിച്ച് പറയാമോ? പൗലോസിനെ കുറിച്ച് പറയാം. ഓക്കെ, അങ്ങനെ പറയാവോ? പറയാം. അപ്പോസ്തലനായ പൗലോസ് നെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സുവിശേഷകരിൽ എല്ലാവരും ഒരുപോലെ തന്നെയാണ്. എങ്കിലും ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ എനിക്ക് കൂടുതലായിട്ട് ചില ലേഖനങ്ങൾ വായിക്കാനിടയായി. അപ്പോൾ ആ അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ ലേഖനത്തില് ദൈവത്തിന്റെ ശരിക്കും ഒരു അദൃശ്യമായ ആ ദൈവത്തിൻ്റെതായ ഗുണങ്ങളെ കുറിച്ച് ഒത്തിരി ആ ദർശനം ആ കൊലോസ്യ ലേഖനത്തിൽ കാണാൻ കഴിയും. ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവനിലുള്ള ദൈവത്തിന്റെ സർവ്വ സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് എന്ന വ്യക്തിയെ കുറിച്ചാണ് പറയാനുള്ളത്. എങ്കിലും ദൈവത്തിന്റെ ദർശനം പ്രാപിച്ച് 14 ലേഖനങ്ങൾ എഴുതുവാനുള്ള ഒരു കൃപ ദൈവം കൊടുത്തു. റോമയിലേക്ക് തടവുകാരനായി കടന്നു പോകാനിടയായി. അതോടൊപ്പം തന്നെ തന്റെ അവസാന സമയം വരെയും കാരാഗ്രഹങ്ങളിൽ കിടന്നുകൊണ്ടും കാരാഗ്രഹ ലേഖനങ്ങൾ എഴുതി അവസാനത്തെ ലേഖനമായ 2 തിമോഥെയോസിന്റെ ലേഖനം എഴുതുമ്പോഴും ദൈവസഭയെയും വ്യക്തികളെയും വളരെയധികം ധൈര്യപ്പെടുത്തിക്കൊണ്ട് ആണ് മരണത്തിലേക്ക് നീങ്ങുന്നത്. തിമോഥെയോസിനെ ചരിത്രകാരന്മാർ ഇങ്ങനെയാണ് പറയുന്നത്, പൗലോസിനെ തിമോഥെയോസിന്റെ 2ാമത്തെ ലേഖനത്തോടു കൂടി തന്റെ ജീവിതത്തിന്റെ ഏറ്റവും അന്ത്യഘട്ടങ്ങളിൽ ഈ ലേഖനം കൊടുത്തു വിടാനായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിനും തൊട്ടു മുമ്പേ തന്റെ ശിഷ്യൻ വരുന്നതിന് മുമ്പ് തന്നെ ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ചരിത്ര ലേഖകളിൽ പറയുന്നത്. അത്രത്തോളം അന്ത്യത്തോളം നിന്നുകൊണ്ട് ദൈവിക സാന്നിധ്യത്തിന്റെ ആഴങ്ങളെയും ആ അപ്രമാദിത്വത്തേക്ക് ദർശിച്ച് തനിക്ക് ലേഖനങ്ങൾ എഴുതാൻ കഴിഞ്ഞു. 14 ലേഖനങ്ങൾ എബ്രായ ലേഖനത്തില് അതിന് ലേഖകന്റെ പേര് അവിടെ കൊടുത്തിട്ടില്ലെങ്കിലും എബ്രായ ലേഖനവും പൗലോസ് എഴുതിയ ലേഖനമാണെന്ന് പറയപ്പെടുന്നു. അത്രത്തോളം ആഴങ്ങളിലേക്ക് ഇറങ്ങി ദൈവത്തെ കുറിച്ച് എഴുതുവാൻ മാത്രമല്ല, സഭകൾ സ്ഥാപിക്കാൻ മാത്രമല്ല, കർത്താവിന് വേണ്ടി കഷ്ടാനുഭവങ്ങൾ ധാരാളം ഏറ്റവും കൂടുതൽ യേശു കഴിഞ്ഞു കഴിഞ്ഞാൽ കഷ്ടാനുഭവങ്ങളെ ഏറ്റ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ കുറിച്ചാണ് 2 കൊരിന്ത്യർ 11:24 മുതലുള്ള വാക്യങ്ങളില് അപ്പോസ്തലനായ പൗലോസ് അനുഭവിച്ച യേശു കർത്താവ് അനുഭവിച്ച വേദനകളെ കുറിച്ച് നമ്മൾ 4 എഴുത്തുകാരിലൂടെ 4 യേശു കർത്താവിന്റെ സുവിശേഷം എഴുതപ്പെട്ട ലേഖകരിലൂടെ നമ്മൾ അറിയുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ആ കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നുപോയ പുതിയ നിയമത്തിന്റെ ഒരു ശുശ്രൂഷകനായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തികളില് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആൻറ്റി ഒരുപാട് കാര്യം ഇപ്പൊ പറഞ്ഞു. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഇത്രയും ക്വാളിറ്റീസ് ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് പൗലോസ്. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്: ശലോമോൻ കാര്യദർശികളായി നിയമിച്ച ശീശിയുടെ പുത്രന്മാർ ആരെല്ലാമാണ്? എലീഹോരേഫും അഹിയാവും. അതെ, കറക്റ്റാണ്. എലീഹോരഫും അഹിയാവും. നമുക്ക് എന്തായാലും ഇനി അവസാന ചോദ്യത്തിലോട്ട് പോകാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്: ശലോമോന്റെ മന്ത്രി ആരായിരുന്നു? യഹോശാഫാത്ത്. കറക്റ്റാണ്, യഹോശാഫാത്ത്. അപ്പോൾ 4 ക്വസ്റ്റ്യനും ആൻറ്റി കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. ജോളി ആൻറ്റിയാണ് വിളിച്ചത്.
ആൻറ്റി 4 ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസറിനെയും ആ ധനികനായ വ്യക്തിയെയും കുറിച്ചാണ് പറഞ്ഞു വന്നത്. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോയി. ലാസർ മരണപ്പെട്ടു. അബ്രഹാമിൻ്റെ മടിത്തട്ടിലാണ് എത്തിയത്. കാരണം അയാൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ദൈവത്തിന് വേണ്ടി ഒരുപാട് നിലവിളിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരുപാട് തന്നെക്കൊണ്ട് തനിക്ക് ഈ ഇത്രയും ദാരിദ്ര്യത്തിലും രോഗത്തിലും ആവുന്നതിന് മുന്നേ തന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ ലാസർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ധനവാനും മരണപ്പെട്ട്. പക്ഷേ ധനവാൻ മരണപ്പെട്ട് നേരെ പോയത് നരകത്തിലേക്കാണ്. കാരണം തൻ്റെ മുൻപിൽ ഇത്രയും ധനികനായിരുന്നിട്ട് പോലും തൻ്റെ മുൻപിൽ ഒരുപാട് നിരവധി ദാരിദ്ര്യത്തിലുണ്ടായിരുന്ന നിരവധി പേർ തൻ്റെ മുൻപിൽ വന്നിട്ടും ഈ ധനവാൻ അവരെ ആരും സഹായിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് തനിക്കുണ്ടായിരുന്ന ആ സമ്പാദ്യത്തിൽ, തൻ്റെ പണത്തിൽ അയാൾ ഒരുപാട് അഹങ്കരിച്ച് ജീവിച്ചു. ഇയാൾ മാത്രമല്ല, ഇയാളുടെ കുടുംബക്കാരും ഇങ്ങനെയായിരുന്നു. ആ പ്രദേശത്ത് നിരവധി പാവപ്പെട്ടവരുണ്ടായിരുന്നു. അവരെ ആരെയും സഹായിക്കണമെന്നോ അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്നോ അങ്ങനത്തെ ഒന്നും ഒരു ചിന്തയും ഈ ധനികനായ വ്യക്തിക്കില്ലായിരുന്നു. പക്ഷേ അയാൾ മരണപ്പെട്ടു ആ നരകത്തിലെത്തുമ്പോൾ അയാൾ നോക്കുമ്പോൾ തൻ്റെ ഭവനത്തിൻ്റെ പുറത്ത്, തൻ്റെ ആ ബംഗ്ലാവിൻ്റെ പുറത്തുണ്ടായിരുന്ന ആ ലാസർ മടിത്തട്ടിലിരിക്കുകയാണ്. താനിവിടെ നരകത്തിൽ വളരെയധികം നമ്മൾ ബൈബിളിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതുപോലെ നരകത്തിൽ ഒരുപാട് തീയും അതെല്ലാം താൻ അനുഭവിക്കുകയാണ്. അപ്പോൾ ഈ ധനികനായ വ്യക്തി പറയുന്നുണ്ട് തനിക്ക് ആ ലാസറിൻ്റെ കൈകൊണ്ട് ഒരിത്തിരി വെള്ളം കിട്ടിയാലും മതിയായിരുന്നു എന്നിങ്ങനെ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്. ബാക്കി ഞാൻ പറയാം. നമുക്ക് വീണ്ടും ഒരു കോൾ വരുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ അന്നാമ ബേബി അങ്കമാലിയിൽ നിന്ന്. ആന്റിയാണ്. സുഖാണോ? സുഖാണ് മോളെ, ദൈവകൃപയാ സുഖാണ്. മഴയ്ക്ക് മഴ, വെയിലിന് വെയില് ഒക്കെ ദൈവം നല്ല ക്രമീകരിച്ച് തന്നിരിക്കുന്നു. അപ്പോ വീട്ടിലെല്ലാവർക്കും സുഖാണോ? എല്ലാവരും ദൈവകൃപയാ സുഖായിരിക്കുന്നു. അവിടെ എല്ലാവർക്കും സുഖാണോ? അതെ സുഖായിട്ടിരിക്കുന്നു. ഏഞ്ചിലാണോ? അല്ല, സ്നേഹയാണ് ആന്റി. സ്നേഹ. ഓക്കെ ആന്റി. കുറെ നാളായി ഏഞ്ചലും ഇല്ല, ഒക്കെ സ്നേഹയാണല്ലോ. സ്നേഹിക്ക് നല്ല തിരക്കാല്ലേ? ഏഞ്ചലിന് തിരക്കാ. ആണോ? ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ക്വസ്റ്റ്യനിലോട്ട് പോകാം മോളെ. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ശലോമോന്റെ അപേക്ഷ അനുസരിച്ച് ദൈവം അവന് ജ്ഞാനവും വിവേകവുമുള്ള ഹൃദയം കൊടുത്തതിനോടൊപ്പം അപേക്ഷിക്കാത്ത മറ്റെന്തു കൂടി കൊടുത്തു? സമ്പത്തും മഹത്വവും കൂടെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ആൻസർ കറക്റ്റാണ്. സമ്പത്തും മഹത്വവും കൂടെ കൊടുത്തു. ഓക്കെ ആന്റി, ഇന്നൊരു പാട്ട് പാടാമോ? എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അത് മനോഹരം, എന്ത് സന്തോഷമാം പുതുജീവിതം. എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അത് മനോഹരം, എന്ത് സന്തോഷമാം പുതുജീവിതം. സന്താപമേറുമി ലോകെ ഞാനാകിലും സാന്ത്വനം തരും ശുഭം. എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ഓക്കെ, നല്ല പാട്ടായിരുന്നു കേട്ടോ. നിങ്ങൾ നല്ലതെന്ന് പറയണായിരുന്നു എനിക്ക് ഒരു പ്രചോദനം കിട്ടാണ് പാടാൻ വേണ്ടി. അതെ, അപ്പൊ ആന്റി അടുത്ത് വിളിക്കുമ്പോ വീണ്ടും പാടണം കേട്ടോ. പിന്നെ എനിക്ക് ഈ ചാനൽ അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ഞാനൊരു ഞാൻ ഒരു ജീവനില്ലാത്ത ഒരാളുടെ മാതിരിയാ. 2-3 ദിവസം ഇവിടെ TV കേടായിരുന്നു. ഞാൻ വിചാരിച്ചു ദൈവമേ ബൈബിൾ ക്വിസ് കഴിഞ്ഞോ ഇന്നലെ TV നന്നാക്കിയപ്പോ ഇന്ന് വന്നു. TV ഓക്കെ ആയോ? ഓക്കെ ആക്കിയോ? ഓക്കെ ആക്കി. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് ഒന്ന് പോകാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. യഹോവയുടെ ചട്ടങ്ങളും കൽപ്പനകളും അനുസരിച്ച് യഹോവയുടെ വഴികളിൽ നടന്നാൽ യഹോവ വാഗ്ദാനം ചെയ്ത പ്രതിഫലം എന്തായിരുന്നു?
ദീർഘായുസ് വരും. ദീർഘായുസ് വരും. ദീർഘായുസ് വരും. അതെ ഞാൻ ദീർഘായുസ് വരും. അതെ, ആൻസർ കറക്റ്റാണ്. അവന് ദീർഘായുസ്സും നൽകും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. പോകാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ശലോമോൻ ഉറക്കം ഉണർന്നപ്പോൾ രാത്രിയിൽ നടന്ന കാര്യങ്ങൾ എന്തായിരുന്നെന്നാണ് അവൻ മനസ്സിലാക്കിയത്? സ്വപ്നമാണെന്ന് വെച്ചു. എന്താ? സ്വപ്നം കണ്ടു. കണ്ടു. പിന്നെ സ്വപ്നം കണ്ട പോലെ അവന് തോന്നിയത്. അതെ, പിന്നെ അവൻ ഓക്കെ ഓക്കെ. അപ്പോൾ ആൻസർ കറക്റ്റ് ആണ്, സ്വപ്നം എന്ന്. ഓക്കെ, അപ്പോൾ ഇന്ന് ആൻറ്റി ബൈബിളിലെ ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ച് പറയാമോ? ഞാൻ 2 ദിവസം മുമ്പ് വായിച്ചത് 128 സങ്കീർത്തനമാണ്. അത് വായിച്ച് കുറെ ധ്യാനിച്ച് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ മകളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഒക്ടോബർ 19 വെഡിങ് ആനിവേഴ്സറി, 25 വർഷം കഴിഞ്ഞതാ. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, ദൈവമേ ഈ കൊച്ചിന് വേണ്ടി എന്തെങ്കിലും ഒരു വചനം തരാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ 128 സങ്കീർത്തനം തന്നു. അത് ധ്യാനിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ ഓർത്തു, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് കൈകളെ പോലെയും ഇരിക്കും. ഭക്തനായ ഒരു പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി, ഫലമില്ലാത്ത മുന്തിരിങ്ങ എന്തോരം കാട്ടുമുന്തിരിയൊക്കെ നമ്മുടെ ബൈബിളിൽ ദൈവം വെട്ടിക്കളഞ്ഞതായിട്ട് പറഞ്ഞേക്കണം അല്ലെ. ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ, പിന്നെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകളെ പോലെ. അതെന്റെ അച്ഛൻ പറഞ്ഞതാ, ന്യൂസിലൻഡില് ഈ ജയിച്ചു വന്ന പിള്ളേർക്ക് ഒലിവിന്റെ ഇലയാണ് പിള്ളേർ ഓട്ടത്തിനൊക്കെ ജയിച്ചു വരുമ്പോ ഒലിവിന്റെ തണ്ട് പിടിച്ചാണ് സ്വീകരിക്കുന്നത്. അപ്പൊ അത്രയ്ക്കും വലിയ ഒലിവിന്റെ തൈ. അപ്പൊ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകളെ പോലെയുള്ള നല്ല മക്കളുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയിട്ട് എന്റെ മകൾ ഇത്രയും നല്ല വചനം ദൈവം തന്നൂല്ലോ. കാരണം നല്ല പുരുഷൻ ഭർത്താവ്, നല്ല മക്കള്, ഒലിവുതൈകളെ പോലെ തന്നെയുള്ള മക്കള്. ദൈവം ഇപ്പോ വരെ അവരെ അങ്ങനെയാണ് പരിപാലിക്കുന്നത്. അപ്പൊ അതിന് ഞാൻ എന്റെ ദൈവത്തിന് മുട്ടുകുത്തി സ്വസ്ത്രം വന്നു. ഞാൻ വിചാരിച്ചു, ഇത് ഞാൻ ബൈബിൾ ക്ലാസ് നടത്തുമ്പോൾ അവർ ചോദിക്കാനും അവിടെ നിന്ന് എന്നോട് പറയാനും ഞാൻ പറയുന്നു വിചാരിച്ചു. അപ്പൊ 128 സങ്കീർത്തനം എല്ലാവരും വായിച്ചോളണം, അത് നമ്മൾ കാണാണ്ട് പഠിച്ചോളണം. നമുക്ക് അതിൻ്റെ അകത്ത് ഒലിവുതൈകളെ പോലെയുള്ള മക്കൾ എന്ന് പറഞ്ഞാൽ ജയിച്ചു വന്ന മക്കൾ നിന്നാണ് 128. അപ്പൊ അച്ഛനോട് പറഞ്ഞു, അച്ഛന്റെ കൊച്ച് അവിടെ മാത്സിന് ഫസ്റ്റ് ആയിട്ട് ഒലിവിന്റെ ഒരു തണ്ടാണ് ഒടിച്ച് അതിൻ്റെ അകത്ത് പൂ വെച്ച് കൊടുത്തിരുന്നത്. അപ്പൊ ഒലിവിന് അത്ര പ്രധാനമുണ്ട്. അപ്പൊ മക്കൾ നല്ല മക്കളിനെങ്കിൽ മേശയ്ക്ക് ചുറ്റും ഒലിവൈകളെ പോലെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ ആ സങ്കീർത്തനം എന്നെ വല്ലാണ്ട് ആകർഷിക്കും. ഇതില് എന്തെങ്കിലും എന്റെ വാക്കിൽ പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും ഒരു ഉചിതമായിട്ടൊരു അധ്യായമാണ് സങ്കീർത്തനങ്ങളിൽ ആൻറ്റി പറഞ്ഞ വാക്യം. അതിലെല്ലാം പറയുന്നുണ്ട് ഒരു ഫാമിലി എങ്ങനെ ആയിരിക്കണം. അതെ, അത് തന്നെയാണ്, മക്കൾ എങ്ങനെ ആയിരിക്കണം, ഭർത്താവ്, ഭാര്യ, എല്ലാ കാര്യം പറയുന്നുണ്ട്. നല്ലൊരു വചനം തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്കിനി ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. എങ്ങനെയാണ് ശലോമോൻ യഹോവയ്ക്ക് നന്ദിയും സ്തോത്രവും കരയേറ്റിയത്? അവൻ യെരൂശലേമിലേക്ക് മടങ്ങി വന്ന് യഹോവയുടെ നിയമവചനത്തിന്റെ മുൻപാകെ ഹോമയാഗങ്ങൾ കഴിച്ചും സമാധാനയാഗങ്ങൾ അർപ്പിച്ചും തന്റെ സകല ഭൃത്യന്മാർക്ക് വിരുന്ന് കഴിച്ചും യഹോവയ്ക്ക്. അതെ, അപ്പോൾ ആൻസർ കറക്റ്റ് ആണ്. ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും അർപ്പിച്ചു. ഓക്കെ, അപ്പോൾ ആൻറ്റി ഇന്ന് 4 ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. ഞാൻ വിളിക്കും. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അന്നമ്മ ആൻറ്റിയാണ് ഇപ്പോൾ വിളിച്ചത്. ആൻറ്റി എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു പാട്ടുപാടി, അതുപോലെ തന്നെ ബൈബിളിലെ വചനങ്ങൾ പറഞ്ഞു തന്നു. നല്ലൊരു കോളായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ധനവാനെ കുറിച്ചാണ്. അപ്പോൾ ധനവാൻ അവിടെ കിടന്ന് ഈ നരകത്തിൽ കിടന്നുകൊണ്ട് പറയുന്നുണ്ട്, ആ ലാസറിൻ്റെ കൈ കൊണ്ട് ഒരു ശകലം ഇച്ചിരി വെള്ളമെങ്കിലും കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് പറയുന്നുണ്ട്.
അപ്പോൾ അബ്രഹാം പിതാവ് പറയുന്നുണ്ട്, നീ ഭൂമിയിലായിരിക്കുമ്പോൾ ചെയ്തത് എന്തൊക്കെയാണെന്ന് ഓർക്കുന്നുണ്ടോ? അതിനാൽ ഇവിടെ വന്നതിന് ശേഷം നിനക്ക് ഒന്നും ലഭിക്കാൻ പോകുന്നില്ല. നീ അവിടെയായിരുന്നപ്പോൾ എന്തൊക്കെയാണ് ചെയ്തത്, അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ ലഭിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ധനവാൻ അവിടെ കിടന്ന് കരയുന്നുണ്ട്. കാരണം താൻ ചെയ്ത ഓരോ തെറ്റുകളും ധനവാൻ അവിടെ ആ നരകത്തിൽ കിടന്ന് ഓർത്തുകൊണ്ട് കരയുകയാണ്. എന്നിട്ട് പറയുന്നു, ഈ ലാസറിനെ ഒരിക്കൽ കൂടി എൻ്റെ ഭവനത്തിലേക്ക് അയക്കാമോ? അവിടെ എന്നെപ്പോലെ തന്നെ എൻ്റെ കുടുംബത്തിലുള്ള മറ്റ് പലരും ഇതേ പ്രവർത്തികൾ തന്നെ ചെയ്യുന്നുണ്ട്. അവരെങ്കിലും നേരായ പാതയിലോട്ട് നടക്കട്ടെ. എനിക്ക് സംഭവിച്ചത് അവർക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരുപാട് കരയുന്നുണ്ട്. അബ്രഹാം പിതാവ് വീണ്ടും പറയുന്നുണ്ട്, ലാസർ നിൻ്റെ ഭവനത്തിൻ്റെ മുൻപിൽ ഒരുപാട് തവണ കിടന്നു, രോഗിയായി കിടന്നു, ആഹാരത്തിന് വേണ്ടി ഒരുപാട് ചോദിച്ചു. പക്ഷേ ആരും ശ്രദ്ധിച്ചില്ല, ആരും മൈൻഡ് ചെയ്തില്ല. ഇതിനൊക്കെയും ലാസർ അവിടെ എങ്ങനെയായിരുന്നു, എത്രത്തോളം കഷ്ടപ്പെട്ടു. താൻ ആകെ ആശ്രയിച്ചത് ദൈവത്തിൽ മാത്രമായിരുന്നു. അതിനുള്ള പ്രതിഫലമാണ് അവൻ്റെ മരണശേഷം അവന് അബ്രഹാമിൻ്റെ മടിത്തട്ടിൽ ഇവിടെ വന്നിരിക്കാൻ കഴിഞ്ഞത്. ഇവിടെ അവന് യാതൊരുവിധ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒന്നും ഇവിടെ ഇല്ല. നീ എന്താണോ ചെയ്തത് അതിൻ്റെ പ്രതിഫലമാണ് നിനക്ക് കിട്ടിയതെന്ന് ഈ ധനവാനോട് പറയുന്നുണ്ട്. നമുക്ക് വീണ്ടും ഒരു കോൾ വരുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് സുനി. 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 ഓക്കെ. ആൻറ്റി എവിടെ നിന്നാണ് വിളിക്കുന്നത്? കീഴായിക്കോണം. കീഴായിക്കോണം, തിരുവനന്തപുരം അല്ലേ? അതെ. ഓക്കെ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് ഹസ്ബൻഡും ഒരു കുഞ്ഞും, പിന്നെ ഞാൻ. 3 പേരാണ്, നമ്മൾ 3 പേര്. ഓക്കെ. കുഞ്ഞിന്റെ പേരെന്താ? കുഞ്ഞിന്റെ പേര് ഏബൽ ജോയ്. ഏബൽ ജോയ്. ഹസ്ബൻഡ് എന്ത് ചെയ്യുക? ഹസ്ബൻഡ് സാധാ കൂലിപ്പണി. ഓക്കെ ചേച്ചി. അപ്പോൾ ചേച്ചി ഈ പ്രോഗ്രാം കാണാറുണ്ടോ? കാണാറുണ്ട്, ഇടയ്ക്ക് കണ്ടിട്ടുണ്ട്. ഓക്കെ. ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? ഇല്ല, ഇടയ്ക്കൊക്കെ വിളിച്ചിട്ടുണ്ട്. വിളിക്കാറുണ്ടല്ലേ? അപ്പോൾ ഓക്കെ, നമുക്ക് ഇന്ന് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. അതെ അതെ. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ശലോമോന്റെ അടുക്കൽ ന്യായം നടത്തി കൊടുക്കുവാൻ വന്നത് ആരായിരുന്നു? 2 വേശ്യ സ്ത്രീകൾ. ഓക്കെ, കറക്റ്റാണ്, 2 സ്ത്രീകൾ. ഓക്കെ. ചേച്ചി പാട്ട് പാടാറുണ്ടോ? പാട്ട് പാടും. എന്നാൽ ഒരു 4 വരി പാടാമോ? അതെ. ദൈവപിതാവേ എന്നോടെ ദൂതന്മാരാപ്പക പാഴ്ത്തിടുന്നു, നന്ദിയാൽ വണങ്ങും തിരുമുൻപിലും നേരം എന്നുമെന്നും ആരാധ്യനായി, നന്ദിയാൽ വണങ്ങും തിരുമുൻപിലും നേരം എന്നുമെന്നും ആരാധ്യനായി. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ, ദൈവമേ നീ മാത്രം യോഗ്യനാ, ആരാധനയും സ്തുതിയും ബഹുമാനവും സ്വീകരിപ്പാനെന്നു നീ യോഗ്യനാ, ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നു നീ യോഗ്യനാ. ഓക്കെ, നല്ല പാട്ടാണ്, നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അതെ അതെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ശലോമോന്റെ സൈന്യാധിപൻ ആരായിരുന്നു? യഹോയാദയുടെ മകനായ ബെന്യാവ്. ഓക്കെ, കറക്റ്റാണ്. യഹോയാദയുടെ മകനായ ബെനായാവ്. കറക്റ്റാണ് കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, പുരോഹിതന്മാർ ആരെല്ലാമായിരുന്നു? സാദോക്കും അബ്യാഥാരും. ഓക്കെ, അതും കറക്റ്റ് ആൻസർ ആണ്, സാദോക്കും അബ്യാഥാരും. എങ്കിൽ നമുക്കിനി ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അതെ. ഓക്കെ, അവസാന ചോദ്യം ഇതാണ്,
പ്രധാന ഉദ്യോഗസ്ഥന്മാരുടെ മേധാവി ആരായിരുന്നു? അസരിയാവ്. അസരിയാവ്. നാഥാന്റെ മകന്. ഉറപ്പാണോ? അസരിയാവ് അസരിയാവാണ് കാര്യക്കാരുടെ മേധാവി. എങ്കിൽ ആൻസർ കറക്റ്റ് ആണ്. നാഥാന്റെ മകനായ അസരിയാവ്. ഓക്കെ, അപ്പോൾ 4 ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. ഇപ്പോൾ സുമി ചേച്ചിയാണ് വിളിച്ചത്. ചേച്ചി 4 ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നല്ലൊരു പാട്ടും പാടി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ലാസറിനെയും അതുപോലെ തന്നെയാണ് ധനവാനെയും കുറിച്ച്. ലാസറിന് എന്താണോ സംഭവിച്ചതെന്നും അതുപോലെ തന്നെയാണ് ധനവാന് പിന്നീട് എന്താണ് സംഭവിച്ചതെന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇത് ബൈബിളിലെ ഒരു കഥ മാത്രമാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനുള്ള ഒരു മറുപടി, അതിനുള്ള പ്രതിഫലം മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. നല്ല പ്രവൃത്തി ചെയ്താൽ അതിന് നമുക്ക് നല്ലൊരു മറുപടി തന്നെ ലഭിക്കും. നമ്മൾ തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ നാളുകൾ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതികൂലങ്ങളായിരിക്കും കടന്നു വരുന്നത്. അപ്പോൾ നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്ത് നല്ലതുപോലെ മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അനുഗ്രഹം ഉണ്ടാകും. വചന സമീക്ഷയുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.